ടെൻഷൻ ഉണ്ടോ? എനിക്കാ? എനിക്ക് എന്തിനാ അത് എന്നോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ഇനി എന്റെ കല്യാണം അത് ചോദിച്ചപ്പോ ഒരു ടെൻഷൻ ഇല്ല. എനിക്ക് ഒരു ടെൻഷനും ഇല്ല. അപ്പം നമ്മുടെ വീട്ടിലെ ലാസ്റ്റ് കല്യാണം എന്താ ഫീൽ? ഇന്ന് യഹോവ ഉണ്ടാക്കിയ ദിവസം ഞാൻ സന്തോഷിച്ചുല്ലസിക്കും. അങ്ങനെ വചനം പറയുന്നത്. എൻ്റെ മോളുടെ വിവാഹമാണ്. ഞങ്ങളെല്ലാവരും സന്തോഷത്തോടെ കാത്തിരുന്നൊരു ദിവസം, എനിക്കൊരു മോനെ കിട്ടാൻ പോകുന്ന ദിവസം. മീരമാക്സ് സ്റ്റോറീസിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. സന്തോഷം എന്ന് പറയാനായിട്ട് ബ്രൈഡൽ മേക്കപ്പ് ആണ്. പക്ഷെ എന്തുകൊണ്ടാണ് സന്തോഷം എന്ന് ചോദിച്ചാൽ, എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരു ഫാമിലിയിലാണ് ഞാൻ ഇന്നുള്ളത്, റീന ആൻറ്റിയുടെ ഫാമിലി. അപ്പോൾ ഇവിടുത്തെ മൂത്താളുടെ കല്യാണം ഞാൻ തന്നെ ചെയ്തത്. ഇത് രണ്ടാമത്തെ മോളുടെയാണ്. ഫിക്സേഷൻ കഴിഞ്ഞു. ഇന്ന് വെഡ്ഡിങ് ആണ് ഇന്നത്തെ ദിവസം. പക്ഷേ ഇവിടെ വരുമ്പോൾ ഭയങ്കര പോസിറ്റീവ് എനർജി. അതെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോകൾ കാണുന്നുണ്ട്, പോകുന്നുണ്ട്, എന്നാൽ പോലും ഇവിടെ വരുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെയാണ്. ഞാൻ റീന ആൻറ്റിനെ ഇടയ്ക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ആ പോസിറ്റീവ് എനർജി എന്നുള്ളത്. ഈ വീട്ടിൽ സെറ്റ് ചെയ്തേക്കുന്നതും ആൻറ്റിയും അങ്കിളും ഫാമിലി എല്ലാവരും ഒരേപോലെയാണ്. അപ്പോൾ ഞങ്ങളുടെ സുന്ദരി കുട്ടിയുടെ വെഡ്ഡിങ് വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇതാണ് നേരത്തെ ഞാൻ ഇൻഡോർ പറഞ്ഞ എനർജി ബൂസ്റ്റർ. ഭീകര എനർജിയാണ്. ആ എനർജി ഇപ്പം ഈ ചിരിയിൽ കൂടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതതിന്റെ ചെറിയ വേർഷൻ. ഇടയിലൊരു വേർഷൻ ഉണ്ട്, അതിനെപ്പറ്റി ഇപ്പൊ ഞാൻ പറയണില്ല. ഓക്കെ, അപ്പം ഇന്ന് റിയക്കുട്ടിയുടെയാണ് നമ്മളുടെ വെഡ്ഡിങ് ലുക്ക്. അപ്പൊ നമുക്ക് ബാക്കി വെഡ്ഡിങ് ലുക്കിലും ഇടയ്ക്ക് ആന്റിയുടെ വിശേഷങ്ങളായിട്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് കാണാം അല്ലേ? എങ്ങനത്തെ മേക്കപ്പ് ഇന്ന് വേണ്ടത്? മേക്കപ്പ് ഇല്ലാത്ത പോലത്തെ മേക്കപ്പ് ഇല്ലാത്ത പോലത്തെ മേക്കപ്പാണ് ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. പറയൂ, ഇസാക്കിനെ പറ്റി പറയൂ. എന്ത് പറയാൻ? ഇന്ന് കല്യാണം അത്രയൊക്കെ ഉള്ളു. ഇന്ന് കല്യാണം അറേഞ്ച് മാരേജ് അല്ലേ? അറേഞ്ച്ഡാ. എവിടെ സ്ഥലം? ഇസാഖ് ആക്ച്വലി ന്യൂസിലാൻഡിലാണ്. ഇത് കഴിഞ്ഞ് അങ്ങോട്ട് ഫ്ലൈ ചെയ്യണം. ഫ്ലൈ ചെയ്യാൻ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. തിരിച്ചിനി പോകുന്നില്ലല്ലോ? ഇല്ലില്ല, അങ്ങോട്ടേക്കില്ല, ഇങ്ങോട്ടേക്ക് വേറെ സ്ഥലത്ത്. കുട്ടി UK യിലായിരുന്നു. ഇനി തിരിച്ചു UK അല്ലായിരുന്നു? കാനഡയില്ല. കാനഡയിലായിരുന്നു. അപ്പൊ ഇനി തിരിച്ചു പോകുന്നില്ല, ഇനി ഇസാക്കിന്റെ കൂടെ. അതെ, എവിടെയോ ജീവിക്കണ്ട ഞാൻ. ഇനി വേറെ എവിടെയോ ജീവിക്കുന്നു. ഫുൾ കറക്കുക ചുരുക്കത്തിൽ. ടെൻഷൻ ഉണ്ടോ? എനിക്കാ? എനിക്ക് എന്തിനാ? അത് എന്നോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ഇനി എന്റെ കല്യാണം അത് ചോദിച്ചപ്പോ ഒരു ടെൻഷൻ ഇല്ല. എനിക്ക് ഒരു ടെൻഷനും ഇല്ല. പ്രത്യേകിച്ച് ഈ വീട്ടിൽ ഒരു ഇങ്ങനല്ലേ ചോദിക്കുന്നത്. ചില ബ്രൈഡ്സിന്റെ അടുത്ത് ചെല്ലുമ്പോ ഒരു ടെൻഷൻ ഉണ്ടാവും. ഇപ്പം മേക്കപ്പ് ചെയ്യുമ്പോഴും നമുക്ക് മേക്കപ്പ് ഫൈനൽ ആ രീതിയിൽ വരുമോ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടാവും. പക്ഷെ ഇവിടെ എനിക്ക് ആ ടെൻഷൻ ഇല്ല. എന്താന്ന് വെച്ചാ യുവർ മോം. അതാ, അമ്മ ഭയങ്കര ഒരു സംഭവം അതിനോളം വരില്ലൊന്നും. അതാ, കോസ്റ്റ്യൂമിലും ഓർണമെന്റ്സിലും ആരും ഇയാൾക്ക് കൈവശം കൊടുത്തിട്ടുണ്ട്. എവിടെ പോയാലും അതിനാണ് മെയിൻ. എല്ലാം നോക്കി വെക്കും. എന്നിട്ട് കാര്യം എന്തിനാന്നറിയോ? ഭാര്യനെ അതേപോലത്തെ തയ്പ്പിച്ച് ഇടിയിപ്പിച്ചിട്ട് ഫോട്ടോ എടുത്ത് വെക്കും. എന്തിരുന്നല്ലോ മുങ്ങി അവിടെ എത്തി. ഇല്ല ഇല്ല, റെഡിയാണ്. എങ്ങനെയാണെന്നറിയാമോ? സവാള റെഡിയാണ്, ഇഞ്ചി റെഡിയാണ്, പച്ചമുളക് റെഡിയാണ്, പൊട്ടറ്റോ റെഡിയാണ്. എന്താ പറയാ, പശു കൊന്ന് അതല്ലേ വെജിറ്റബിൾ സ്റ്റൂ ആണ് ഉദ്ദേശിച്ചത്. മട്ടൻ എവിടെയോ മരിക്കണം എന്നിട്ട് വേണം കിട്ടാനായിട്ട്. അപ്പൊ ടൈം കുറച്ചധികം എടുക്കും. തരാം. ഞങ്ങള് എന്തെങ്കിലും ഒരു കോൺവെർസേഷൻ ആയിരിക്കുമ്പോ നമ്മൾ ഇസാഖേ എനിക്ക് വിശക്കും. ശരി, പുള്ളി വിചാരിക്കും ദൈവമേ ഇതിനെ ഞാൻ എങ്ങനെ തീറ്റിപ്പോയിട്ട്. എനിക്ക് തോന്നുന്നു ഞാനൊരു 2023-24 ഒക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര വിശപ്പ്. എന്താന്ന് അറിയത്തില്ല. അതാണ് അതിന്റെ ബൂട്ടി. ഞാനാണെങ്കിൽ ഇന്ന് ഒരു ദിവസത്തേക്ക് ബിരിയാണി കഴിച്ചാൽ നാളെ എന്റെ വീട്ടില് കട്ട്ല മാറ്റി വെക്കണം.
You are holy, holy. ഞങ്ങൾ 5 മിനിറ്റ് ഒന്നും ഇപ്പൊ തീർത്തുതരാം. എന്റെ പൊന്നുമോളെ തിന്നോ. ഹലോ ഹലോ സുഖാണോ ചേച്ചി? സുഖം സുഖം. ഹായ് സുന്ദരി, നടക്കട്ടെ, എന്തെങ്കിലും കഴിക്കട്ടാ, വെള്ളം വല്ല കുടിക്കട്ടാ. ഓക്കെ ഓക്കെ, ഞങ്ങക്ക് കാണാം. ശരി ശരി. കൂൾ 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 കൂൾ. ഞാൻ അറിയാത്തൊന്നുമില്ല. സ്ട്രോങ്ലി ഡിപ്പെൻഡ്. അത് തന്നെ, നമ്മൾ ഇത്ര മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ഞാൻ ഇടിച്ചിട്ട് പോകുമ്പോട്ട് ഞങ്ങള് വർത്താനം പറഞ്ഞ് അതിന്റെ ഇടയിൽ കൂടി ഞങ്ങൾ മേക്കപ്പ് തീർത്തു. മേക്കപ്പ് തീർന്നത് പോലെ ഇവിടെ ഒരാൾ അറിഞ്ഞിട്ടില്ല. മേക്കപ്പ് തീർന്നു. ഇനി ഹെയർ സെറ്റ് ചെയ്യാ, ഹെയർ കെട്ട്, ഗൗൺ ഇടാ, ബ്രൈഡ് റെഡി. ഇതെന്റെ എന്റെ 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 എല്ലാം എല്ലാമായ എന്റെ ചേട്ടനാണ്. That's my sister, റിച്ചു. അതെന്റെ ഫസ്റ്റ് ബ്രൈഡ് ആണ്. അതെ, മീര ചേച്ചിയുടെ ഫസ്റ്റ് ബ്രൈഡ് ആയിരുന്നു അവള്. അപ്പൊ നമ്മളുടെ ഫൈനൽ ലുക്കിൽ എത്തിയപ്പോഴത്തേക്കും കുറച്ച് വലുതായി പോയി പെൺകുട്ടി. അപ്പൊ പക്ഷെ ഞങ്ങള് തിരക്കിലായി പോയി കുറച്ച്. അതിന് അടുത്ത ബ്രൈഡിനെ ഞാനിവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ബ്രൈഡ് അവിടെ റെഡി ആവാനായിട്ടിരിക്കുന്നത്. അപ്പൊ ഈ ബ്രൈഡിനെ നമ്മൾ ഇറക്കി വിടുകയാണ് കേട്ടോ. അപ്പൊ ചാറ്റോടത്തേക്ക് ഇനി അടുത്ത ലുക്കിൽ കാണാം അല്ലേ, അടുത്ത ദിവസം. ബൈ. അപ്പൊ നമ്മുടെ വീട്ടിലെ ലാസ്റ്റ് കല്യാണം, എന്താ ഫീൽ? ഇന്ന് യഹോവ ഉണ്ടാക്കിയ ദിവസം ഞാൻ സന്തോഷിച്ചുല്ലസിക്കും, അങ്ങനെ വചനം പറയുന്നത്. എൻ്റെ മോളുടെ വിവാഹമാണ്. ഞങ്ങളെല്ലാവരും സന്തോഷത്തോടെ കാത്തിരുന്നൊരു ദിവസം, എനിക്കൊരു മോനെ കിട്ടാൻ പോകുന്ന ദിവസം. കഴിയുമോ? നന്ദി. അത് അറിഞ്ഞൂടാ, സന്തോഷം കൊണ്ടുള്ളൊരു ആനന്ദക്കണ്ണീരുണ്ടാവും. ഉണ്ടാവുമായിരിക്കും. മോളൊരിക്കലും ഹാപ്പിയാണോ? ഒത്തിരി ഹാപ്പിയാണ്, ഒത്തിരി ഹാപ്പിയാണ്. 2 പ്രാവശ്യമായി ഞാനിവിടെ വരുന്നു. അല്ല 3 പ്രാവശ്യമായി അല്ലേ? അല്ല, ഞങ്ങള് കുടുംബത്തിലെ സന്തോഷം വരാ.